മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുണിക്കടയിൽ മനോഹർ സരയുടെയും ഷാരിയുടെയും പിന്നാലെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സരയും ഷാരിയും കൂടി ഡ്രസ്സ് നോക്കുവാണ്. അപ്പോൾ മനോഹർ ഇങ്ങനെ പറയും, ദൈവമേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നൊക്കെ പറയും. അപ്പോൾ സരയു പറയും, മോൾ ഇങ്ങ് വന്നേ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് മോളെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. കാരണം ഡ്രസ്സിൻ്റെ അകത്തൊക്കെ കിടന്ന് ഈ കുഞ്ഞ് വിരകുവാണ് കേട്ടോ. അതുകൊണ്ട് മനോഹർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ ഏരിയയിൽ നിന്നിട്ട് അവൻ പെട്ടെന്ന് അവിടുന്ന് മാറുവാണ്. സരയു ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചോദിക്കുക, മോളെ ഇത് മോൾക്ക് ഇഷ്ടമായോ, നോക്കിക്കേ മോൾക്ക് ഈ ഏത് ഡ്രസ്സ് ഇഷ്ടമെന്ന് പറയാം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഷാരി അങ്ങോട്ട് വന്നിട്ട് ഞാൻ നല്ലൊരു സാരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സരയു ചോദിക്കുക, വിലയോ? ഷാരി പറയാം, നല്ല വില വരും. സരയു പറയാം, അപ്പോൾ ഞാൻ വേണ്ടത് എടുത്തോളാം. അപ്പോൾ സരയു ഡ്രസ്സ് ഒത്തിരി ഇട്ടതാണല്ലോ. സരയു പറയുവാണേ, ഒത്തിരി ഡ്രസ്സൊക്കെ ഇട്ടതാ, ഒത്തിരി പേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മോഹമൊക്കെ അങ്ങ് പോയി. പിന്നെ പെൺകുട്ടികൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് മറ്റുള്ളവർ കണ്ട് നല്ലത് പറയാനും അതിലുപരി ആൺകുട്ടികളെ ആകർഷിക്കാനൊക്കെ വേണ്ടിയാണ്. ഇനിയിപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ആരും എന്നെ ആകർഷിക്കുകയും വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ വില കൂടിയ ഡ്രസ്സൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഷാരി പറയും, മോള് നോക്കിയിട്ട് എടുത്താൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുക. കാരണം നമ്മുടെ സരയു കുറച്ച് ഇടഞ്ഞാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സരയു പറയാം, കുറച്ചുകൂടി വില കുറഞ്ഞ സാരി മുകളിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയാം. അപ്പോൾ ഷാരി പറയണേ, അതെ കുഞ്ഞിനെ നമുക്ക് അവിടെ കുട്ടികൾ കളിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇരുത്തിയിട്ട് പോയാലോ എന്ന് പറയുമ്പോൾ സരി പറയാം, എന്നാൽ അമ്മ കൊണ്ട് ഇരുത്തിയിട്ട് വാന്ന് പറയും. ഷാരി നേരെ കൊണ്ടുപോയിട്ട് അവിടെ വാക്കർ പോലെ ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇരുത്തിയിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് തിരിച്ചു പോരുവാണ് ചെയ്യുന്നത്. മനോഹർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ദൈവമായിട്ട് തന്നൊരു അവസരമാണെന്ന് പറഞ്ഞ് മനോഹർ അവിടുന്ന് പതുക്കെ പതുക്കെ നോക്കുന്നുണ്ട് മേലോട്ട് ഇവർ പോയോന്ന് തന്നെ. അതിനുശേഷം മനോഹർ നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ മനോഹർ കുഞ്ഞിനെ വാരി എടുത്തിട്ട് ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ട്. അതുപോലെ മോൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുകളിലത്തെ നിലയിൽ സരയു ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുമ്പോൾ സെയിൽസ് ഗേൾ പറയുകയാണ് 3000 രൂപയാണ്, 10% ഡിസ്കൗണ്ട് മേഡം എന്ന് പറയും. അപ്പോൾ സരയു പറയാം, അപ്പോൾ 2700 അല്ലേ, മതി ഇതെടുത്തോളൂ. അപ്പോൾ ഷാരി വേറൊരു സാരി കാണിച്ചിട്ട്, മോളെ ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ സരയുവിനോട് സെയിൽസ് ഗേൾ പറയണം, അതിന് 6000 രൂപയാണ് കേട്ടോ എന്ന് പറയുകയാണ്. അത് നമുക്ക് വേണ്ടാന്ന് അവൾ പറഞ്ഞു, എനിക്കിത് മാത്രം മതി, വില കൂടിയാലും കുറഞ്ഞാലും എനിക്കിത് മതി. അപ്പം മറ്റേ സെയിൽസ് ഗേൾ പറയുന്നത് ഡിസ്കൗണ്ടൊന്നും ഇല്ല എന്ന് പറയുവാണേ. സരയു പറയുക, പുതിയതായാലും പഴയതായാലും ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോരുവാണേ. അപ്പോൾ ഇതെടുത്തോളൂ എന്ന് പറയാം. എന്നിട്ട് ഷാരിയോട് പറയാം, എന്തായാലും അമ്മ കൂടെ വന്നതല്ലേ, ഒരു 1000 രൂപയുടെ സാരി എടുത്തോളൂ, എൻ്റെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങുന്നുണ്ട് എൻ്റെ വക. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് താരാമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രൂപ ആൻറ്റി 10-25,000 രൂപയുടെ ഒരു സാരിയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്, എന്നാലും ഞാൻ എൻ്റെ വക എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, താര അപ്പോൾ സ്വന്തം അമ്മയെ, എനിക്ക് 2ാം സ്ഥാനമായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. സരയെ അപ്പോൾ ചോദിക്കുക, എന്താ ചിന്തിക്കണേ? ഷാരി പറയേ, ഒന്നുമില്ല മോളെ. സരയെ പറയും, കുഞ്ഞിന് എന്തെങ്കിലും മേടിക്കണം, അതിനെ പൈസയൊന്നും നോക്കുന്നില്ല, കുട്ടികളുടെ കളക്ഷനിലേക്ക് അവർ പോവുകയാണ് കേട്ടോ. ഷാരി പറയും, ഇതുപോലുള്ള ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ ഉടുപ്പെടുത്തിട്ട് പറയാം. അപ്പോൾ സരയു പറയാം, അറിയാം, സേനനങ്ങൾ രൂപാൻ്റെയും സ്വന്തം കൊച്ചുമോളെ നോക്കുന്നത് പോലെയാണ് സ്നേഹിക്കുന്നതും, എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, കല്ലുമോന് വാങ്ങുന്ന കൂട്ടത്തിൽ മോൾക്കും വാങ്ങുന്നുണ്ടെന്നൊക്കെ അറിയാം. എൻ്റെ ഒരു തൃപ്തിക്കാണ് മോൾക്ക് എന്തെങ്കിലും എടുക്കണ്ടേ, മോൾക്ക് അമ്മയായി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മനോഹർ കുഞ്ഞിനെ വെച്ചിട്ട് കൊഞ്ചിക്കുന്നു, അതും എടുത്ത് കൊടുക്കുന്നു, ഇതെടുത്ത് കൊടുക്കുന്നു, അങ്ങനെ ഭയങ്കര എന്താണ് കേട്ടോ. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് എടുത്തിട്ട് കുഞ്ഞിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അമ്മൂമ്മയും വരുന്നത് വരെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനിങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് ഇതൊന്നും തിരിച്ചറിവില്ലാത്തൊരു പ്രായമായതുകൊണ്ട് എന്താണെന്നറിയില്ല, കുഞ്ഞ് അനങ്ങാതെ അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സരയും പിന്നെ പറയാം, സത്യത്തിൽ നമ്മളൊക്കെ കല്യാണിക്കും കിരണിനെയൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലേ, അവർ നമ്മളെ ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലേ. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അമ്മേ, കുഞ്ഞിനെ നന്നായി വളർത്തണം, അവൾക്ക് സ്വന്തം മോളെന്ന്, അവൾ സ്വന്തം മോളാണെന്നും പറഞ്ഞ് എപ്പോഴും എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ജയിലിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ എൻ്റെ മോളുടെ അടുത്തേക്ക് മകളാണെന്നും പറഞ്ഞെങ്ങാനും വരുമോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ. ആ മനോഹർ എന്ന ഫ്രോഡും മരിച്ച് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം ഇരട്ടിയാവും എന്നൊക്കെ നമ്മുടെ സരയു പറയുവാണ് കേട്ടോ. അപ്പോൾ ഷാരി പറയാം, മോളുടെ അച്ഛൻ ജയിലിട്ട് അവനെ തീർത്താൽ മതിയായിരുന്നു എന്ന് പറയാം. അപ്പം അവൻ്റെ മരണത്തിന് ഉത്തരവാദിയായാൽ ഇനി മോളെങ്ങാനും അങ്ങനെ ആയിപ്പോയാൽ അമ്മ മോളെ കാണാൻ ജയിലിൽ വരേണ്ടി വരില്ലേ എന്ന് പറയുമ്പോൾ സരയു പറയാം, അവനെ കൊന്നിട്ട് ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയില്ലമ്മേ, പിന്നെ അമ്മയ്ക്ക് എന്നെ വന്ന് കാണുന്നതിൽ എന്താ കുഴപ്പം? ഷാരി പറയാം, അങ്ങനെയൊന്നും വേണ്ട മോളെ എന്ന് പറയുവാണേ. ഇനി അതും കൂടിയേ ബാക്കിയുള്ളെന്നൊക്കെ ഷാരി ആകെ വിഷമത്തിൽ പറയുകയാണ്. അപ്പോൾ സരയു പറയാം, എന്നാൽ ബാമേ നമുക്ക് പോവാമെന്ന് പറയുവാണ്.
അമ്മ ഇത്രയും മതി എന്തായാലും, നമുക്കിനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ദിവസം വരാം, വിഷു അല്ലേ വരുന്നത്, അപ്പം മോളെയൊക്കെ കൂട്ടി വന്നിട്ട് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ശാരി അത് സമ്മതിച്ച് അവർ എല്ലാം ബില്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണേ. മനോഹർ എന്തൊക്കെ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ പാവയെ അതൊക്കെ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുവാണ് കേട്ടോ. പെട്ടെന്ന് മനോഹർ നോക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു സരയും ശാരീനെയാണ് കേട്ടോ. അയ്യോ എൻ്റെ മോളേന്നും പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് പേടിയാവുകയാണേ. നേരെ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഓടുവാണ്. കുഞ്ഞിനെ പഴയ സ്ഥാനത്ത് കൊണ്ട് വെക്കണ്ട, അല്ലെങ്കിൽ സരയും അത് കണ്ടുപിടിക്കില്ലേ. അപ്പോൾ കുഞ്ഞിനെ ഇരുത്തിയ വാക്കറിനടുത്തേക്ക് നമ്മുടെ ശാരി വന്ന് നോക്കുമ്പോൾ അയ്യോ കുഞ്ഞെവിടെ, അയ്യോ മോളെ കുഞ്ഞെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി കിടന്ന് ബഹളം വയ്ക്കുവാണേ. ശാരി സരയുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും മോളെ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച പോലെ വിളിക്കുവാണേ. സരയും ഞെട്ടലോട് അയ്യോ കുഞ്ഞിനെ കാണുന്നില്ലേ. അപ്പോൾ ശാരി പറയും മോളെ നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എപ്രാളപ്പെട്ട് അങ്ങോട്ട് ഓടുവാണേ. അപ്പോൾ കുഞ്ഞിനെ ഇരുത്തിയ സ്ഥലത്തേക്ക് വന്നിട്ട് ശാരി കാണിക്കാൻ മോളെ ഇവിടെ ഇരുത്തിയ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് പോവാണ്. ആ സമയത്ത് മനോഹർ എന്തൊക്കെയോ ആയിട്ട് കുഞ്ഞിനായിട്ട് ഓടി വന്നിട്ട് ചെയറിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഇരുത്തുവാട്ടോ ചെയ്യുന്നത്. സരയും ശാരിയും കൂടി എല്ലായിടത്തും ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്നിട്ട് പറയും നിങ്ങൾ കാരണമാണ് എൻ്റെ കുഞ്ഞിനെ കാണാതെ വരുന്നത്, നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരി അങ്ങ് കുറ്റപ്പെടുത്തുക. അപ്പോൾ പറയാം അല്ല മോളയോട് കൂടി പറഞ്ഞിട്ടല്ല അമ്മ ഇവിടെ എത്തിയിരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയും നമുക്കിങ്ങനെ ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല എന്നൊക്കെ പറയും. അപ്പോൾ സരയു പറയണം എൻ്റെ മോളെ കിട്ടില്ല ഞാനും പിന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ മോളെ നമുക്ക് എല്ലായിടത്തും നോക്കാമെന്ന് പറഞ്ഞ് ശാരി സരയുവിനെ വിളിക്കുവാണേ. അങ്ങനെ രണ്ടാൾ രണ്ട് സൈഡിലോട്ടൊക്കെ പോയി നോക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞിനെ കാണുന്നില്ല. അവസാനം സരയു നേരെ കൗണ്ടറിലേക്ക് വന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. അല്ല മാഡത്തിൻ്റെ കുഞ്ഞിനെ ഒരു സാർ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സരയുക്ക് സാറോ മാഡം? അപ്പം കൗണ്ടറിൽ നിന്ന് പയ്യൻ പറയണേ അത് മാഡത്തിൻ്റെ കൂടെയുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ സരയു പെട്ടെന്ന് വല്ലാണ്ട് ഞെട്ടുവാണേ. സരയുവിൻ്റെ അടുത്തേക്ക് ശാരി വരുവാണ്. അപ്പോൾ ശാരിയോട് സരയു പറയണത് അതേ മോളെ ആരും എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആരോ ആളെടുത്തു എന്നൊക്കെ പറയണേന്ന് പറയുമ്പോൾ ശാരി വല്ലാണ്ട് പ്രയാസപ്പെടുവാണേ. ശാരി ചോദിക്കും എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയെന്ന് ചോദിക്കാം. പുറത്തേക്ക് കൊണ്ടുപോകുന്നൊന്നും കണ്ടില്ല മാഡം, പക്ഷെ ഒരാൾ എടുത്തുകൊണ്ട് നടന്നു എന്ന് ആ പയ്യൻ പറയുവാണേ. അയ്യോ പിള്ളേരെ പിടുത്തക്കാരാരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ശാരി കരയുവാണേ. അപ്പോൾ ഒരു പെൺകുട്ടി സെയിൽസ് ഗേൾ വന്നിട്ട് പറയും മാഡത്തിൻ്റെ കുട്ടി അവിടെ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സരയും ശാരിയും കൂടി നേരെ അങ്ങോട്ട് ഓടിപ്പോവാണ്. ദേ ഇവിടെ ഇരിക്കുന്നു മാഡം കുട്ടിയെന്ന് പറയുമ്പോൾ അത് സരയു കാണുവാണ് മോളെ. അന്യരുടെ കുഞ്ഞിനെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സെയിൽസ് ഗേൾസൊക്കെ പറയണം അതെ ഞങ്ങൾ വിചാരിച്ചു മാഡത്തിൻ്റെ ബന്ധുവാണല്ലോ കുഞ്ഞിൻ്റെ ബന്ധുവാണെന്നൊക്കെ കരുതിയിരുന്നതെന്ന് പറയുവാണേ. ശാരി പറയാതെ മോളെ ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് ആരെങ്കിലും എടുത്തതായിരിക്കും, എന്തായാലും നമുക്ക് കുഞ്ഞിനെ തിരിച്ച് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ സരയു പറയും ഇനി എവിടെ പോയാലും എത്ര കഷ്ടപ്പാടാണെങ്കിലും കുഞ്ഞിനെ എടുത്തേ പറ്റൂന്ന് സരയു പറയുവാണേ. മനോഹർ ഈ ഗ്യാപ്പിൽ നേരെ പോയി ബൈക്കൊക്കെ എടുത്ത് പോയി കളഞ്ഞു നിന്നു കേട്ടോ. അപ്പം സരയുവിന് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സരയു പറയണം ബാ എന്തായാലും ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.